ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ സ്നേഹക്കൂട്ടിൽ ഇപ്പോൾ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളുടെ കഥ മുന്നോട്ട് പോകുവാണ്. പല്ലവിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രണ്ടും കെട്ട അവസ്ഥയിലാണ് പല്ലവി നിൽക്കുന്നത്. സേതുവിനെ തനിക്ക് വേണവും താനും, എന്നാൽ തൻ്റെ അനിയത്തിയെ ഒട്ട് തനിക്ക് വിട്ടുകൊടുക്കാനും പറ്റത്തില്ല. സേതുവിനെ സ്വന്തമാക്കാനായിട്ട് കോടതിയിൽ താൻ അനുഭവിച്ച വേദനകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് തൻ്റെ അനിയത്തിയുടെ ജീവനെ ബാധിക്കും. തൻ്റെ അനിയത്തിയുടെ ജീവനെ പേടിച്ച് പല്ലവി ഒന്നും പറയാതിരുന്നു കഴിഞ്ഞാൽ സേതുവിനെ എന്നേക്കുമായിട്ട് തനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും, തനിക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത വലിയൊരു അവസ്ഥയിലാണ് പല്ലവി. ഇനി എന്ത് സംഭവിക്കും? ഈ വരുന്ന എപ്പിസോഡുകൾ എന്തായിരിക്കും നടക്കാൻ പോകുക? പല്ലവി എന്ത് തീരുമാനമായിരിക്കും തിരഞ്ഞെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് പല്ലവിയെ ഭീഷണിപ്പെടുത്തിയ കാര്യമൊന്നും സേതുവിന് അറിയത്തില്ല. ഇപ്പോഴും ഒരു കാര്യവും സേതുവിനോട് പല്ലവി പറഞ്ഞിട്ടില്ല. പല്ലവിക്ക് അറിയാം താൻ എന്ത് ചെയ്താലും അത് വലിയൊരു ആപത്തിലേ ചെന്ന് അവസാനിക്കത്തുള്ളൂ. തനിക്ക് പാറുവിനെ വേണവും താനും, എന്നാൽ ഒട്ട് സേതുവേട്ടനെ വിട്ടുകൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും സ്വാതി പല്ലവിയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സ്വാതി മാത്രമല്ല, ഇപ്പോൾ സ്വാതി പിന്നെ പൂർണിമാമയും എല്ലാവരും പല്ലവിയോട് സംസാരിച്ചു. നിനക്ക് മനസ്സിൽ നീ അനുഭവിച്ച വേദനകളെല്ലാം നീ തുറന്നു പറയണം, എന്നിട്ട് നീ സേതുവിനെ സ്വീകരിക്കണം, നീ സേതുവിനൊപ്പം സന്തോഷത്തോടുകൂടി ജീവിക്കണം. പാറുവിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പല്ലവിക്ക് ഉറപ്പ് നൽകിയെങ്കിൽ പോലും പല്ലവിക്ക് അത് പറ്റുന്നില്ല. താൻ എന്ത് ചെയ്യണമെന്ന് പല്ലവിക്ക് അറിയത്തില്ല. ഈ ഒരു അവസ്ഥയിൽ, ഈ ഒരു സാഹചര്യത്തിൽ പാറുവിനെ അവിടുത്തെ വീട്ടുകാരിയാക്കി ജോലിക്കാരിയാക്കി മാറ്റാനായിട്ടാണ് രാജലക്ഷ്മി ശ്രമിക്കുന്നത്. അങ്ങനെ രാജലക്ഷ്മിക്ക് വയ്യ എന്ന് അറിഞ്ഞ ഉടനെ തന്നെ കാണാനായിട്ട് മാഷും ശോഭയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. രാജലക്ഷ്മി അവരുടെ മുന്നിലും നല്ല നിഷ്പ്രയാസം അഭിനയിച്ച് തകർക്കുമായിരുന്നു. ആ സമയത്തും അവിടെ ഓരോ കാര്യങ്ങൾ ഓടി നടന്ന് ഓരോ ജോലി ചെയ്യുകയും പാറു ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് തെറ്റായിട്ട് രാജലക്ഷ്മി ഒരുപാട് കുറ്റം പറയുന്നത് കണ്ടപ്പോൾ ശോഭയ്ക്കും മാഷിനും അത് വലിയ വേദന തന്നെയായിരുന്നു. എന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന ചായ ഗ്ലാസ് തട്ടിത്തെറിപ്പിക്കുക, അത് പാറുവിനെ കൊണ്ട് തുടപ്പിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തപ്പോൾ എല്ലാം ശോഭയ്ക്കും മാഷിനും അത് വല്ലാത്ത വേദന തോന്നി. തൻ്റെ മകള് സന്തോഷത്തോടു കൂടി ജീവിക്കുകയായിരുന്നു, എന്നാൽ ഇവിടെ അടിമപ്പടി എടുക്കുവാണോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇന്ദ്രൻ പല്ലവിയെ പറഞ്ഞു കാണിക്കുന്നുണ്ട്. നീ കേസ് പിൻവലിച്ചില്ലെങ്കിൽ പാറുവിന്റെ ജീവൻ ആപത്താകുമെന്ന് ഇന്ദ്രൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് പല്ലവി കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കിയ പാറു പല്ലവിയെ കാണാനായിട്ട് തീരുമാനിച്ചു. പല്ലവിയെ പോയി കണ്ടു, സംസാരിച്ചു. എന്നിട്ട് ചേച്ചി നല്ലൊരു തീരുമാനം തന്നെ എടുക്കണം, എൻ്റെ ജീവിതത്തെ ഓർത്ത് ചേച്ചി ഒന്നും ചെയ്യരുത്, എനിക്കൊരു ആപത്തുമില്ല, എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ചേച്ചിയുടെ ജീവിതം നോക്കണം, സേതുവേട്ടൻ ചേച്ചി അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, ചേച്ചി ഈ വലിയൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടേ മതിയാകൂ, ചേച്ചിക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്, ഏറ്റവും വലിയ ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പാറു പറഞ്ഞപ്പോൾ പല്ലവി തീരുമാനിച്ചു ഇനി തനിക്കൊന്നും നേടാനില്ല, പാറുവിനെ താൻ രക്ഷിക്കും, അതോടൊപ്പം തന്നെ സേതുവിനെയും താൻ സ്വന്തമാക്കുമെന്ന് പല്ലവി തീരുമാനിച്ചു. പക്ഷേ കോടതിയിൽ എത്തിയ സമയത്തും ഇന്ദ്രൻ പറഞ്ഞത് നീ പല്ലവിയെ കല്യാണം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ, പക്ഷേ പല്ലവിയുടെ കഴുത്തിൽ താലി കിട്ടിയ ആളാണ് ഞാൻ, അതൊരിക്കലും മാറാൻ പോകുന്നില്ല, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക, പല്ലവി തന്നെ വിട്ടുപോകത്തില്ല എന്ന് ഇന്ദ്രൻ ഉറപ്പിച്ചു പറഞ്ഞു. സേതുവിന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കോടതി മുറിക്കുള്ളിൽ നല്ല വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നല്ല പോരാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഊർമിള പല്ലവിയെയും കാട്ടൂരാൻ വക്കീല് ഇന്ദ്രനെയും ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അവസാനം ഇന്ദ്രൻ വിചാരിച്ചു പല്ലവി ഒന്നും തുറന്നു പറയത്തില്ല എന്ന്. പല്ലവി എന്നാൽ ആ സമയത്താണ് വാ തുറന്നത്. താൻ അനുഭവിച്ച വേദനകളെ പല്ലവി ഓരോന്നോരോന്നായിട്ട് എണ്ണി പറഞ്ഞപ്പോൾ ഇന്ദ്രന്റെ പതനമായിരുന്നു അവിടെ സംഭവിച്ചത്. ഇനി എന്തൊക്കെ സംഭവിക്കും? വലിയൊരു ആപത്തായിരിക്കുമോ ഇതിനെ മുന്നോടിയായിട്ട് പല്ലവി നേരിടാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും